Hi everyone, welcome to X and Y USS classes. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ OMR ഷീറ്റിനെ പറ്റിയുള്ള ചെറിയൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ USS എക്സാമിന് നമ്മൾ ആൻസേഴ്സ് എഴുതുകയല്ല ചെയ്യുന്നത്, നമ്മൾ ബബിൾ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഒരു OMR ഷീറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ എക്സാംസ് പോലെ നമ്മളുടെ ടീച്ചേഴ്സ് ഇരുന്ന് വാല്യുവേഷൻ ചെയ്യുകയല്ല, ഇതൊരു മെഷീൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ OMR ഷീറ്റിലുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതുപോലെ നമ്മുടെ OMRന്റെ ഇമേജസ് എങ്ങനെ നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കുന്നത്, ഇനിയിപ്പോൾ OMR ആണെങ്കിൽ എങ്ങനെ അതിൽ ബബിൾ ചെയ്യാം, എന്തൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം എന്നുള്ള കാര്യങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ അതിന് മുന്നേ നമ്മുടെ X and Y USS കമ്മ്യൂണിറ്റിയുടെ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ X and Y USS ഫ്രീ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 27 നമ്മുടെ എക്സാം നടക്കുന്നു. സോ അതിനുള്ള എല്ലാ ക്ലാസ്സസും ഡെയിലി നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ടും ലൈവ് ആയിട്ടും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. സോ അത് ജോയിൻ ചെയ്യാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സോ നമുക്ക് ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് രണ്ട് പേപ്പർ ആയിട്ടാണ് നമ്മളുടെ രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ട് അല്ലെങ്കിൽ എന്താണ് രണ്ട് സെറ്റ് ആയിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഫസ്റ്റ് സെറ്റിൽ അല്ലെങ്കിൽ ഒന്നാം പേപ്പറിൽ നിങ്ങൾക്കുള്ളത് പാർട്ട് A, B, C എന്ന് പറഞ്ഞ് 3 പോർഷൻ ആണുള്ളത്. സോ ശ്രദ്ധിക്കുക, പാർട്ട് A എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒന്നാം ഭാഷ ഫസ്റ്റ് ലാംഗ്വേജ് AT എന്നുള്ളതാണ്. പാർട്ട് B ഒന്നാം ഭാഷ BT എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് രണ്ടും നിങ്ങളുടെ ലാംഗ്വേജുകളാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വണ്ണിൽ 15 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ നമ്മൾ എല്ലാ ചോദ്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതണം. സെക്കൻഡ് വണ്ണിൽ 15 ചോദ്യങ്ങളുണ്ട്, പക്ഷെ അതിൽ എന്ത് ചെയ്താൽ മതി, 10 എണ്ണം കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. അതായത് ഇതിൽ 10 എണ്ണേ വാല്യൂ ചെയ്യുള്ളൂ. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. പാർട്ട് C മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതമാണ്. സോ അതുപോലെ തന്നെ നമ്മളുടെ പേപ്പർ 2-ല് നമുക്ക് 55 ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പേപ്പർ 2-ല് 55 ചോദ്യങ്ങളുണ്ട്. സോ അതിൽ പാർട്ട് A ഇംഗ്ലീഷ് ആണ് 15 ചോദ്യങ്ങൾ. പാർട്ട് B അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസ് ആണ് 20 ചോദ്യങ്ങൾ. ആൻഡ് പാർട്ട് C എന്താണ്, സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, അതിലും 20 ചോദ്യങ്ങളുണ്ട്. പക്ഷേ 20 ചോദ്യത്തിൽ നിങ്ങൾ ശരിയായുള്ള 15 എണ്ണം എഴുതിയാൽ മതി. അതുപോലെ നമ്മുടെ ബേസിക് സയൻസിലും 20 ചോദ്യത്തിൽ ശരിയായിട്ടുള്ള 15 എണ്ണം എഴുതിയാൽ മതി. നമ്മുടെ പാർട്ട് A ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിന് മുന്നേ OMR ഷീറ്റിന്റെ നിർദ്ദേശങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, USS പരീക്ഷയ്ക്ക് ശേഷം നമ്മുടെ പരീക്ഷാർത്ഥികൾക്ക് OMR ഷീറ്റിന്റെ കാൻഡിഡേറ്റ് കോപ്പി നൽകുന്നതാണ്. സോ നമ്മളുടെ റെസ്പോൺസ് ഷീറ്റിന്റെ ഒരു കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. USS പരീക്ഷയുടെ ഉത്തരപേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത OMR വാല്യുവേഷൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ OMRs എന്താണ് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യല്ല, ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ്, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നത്. സോ ഹാൾ ടിക്കറ്റിൽ തെറ്റൊന്നും ഇല്ല, കറക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ നെയിം, റോൾ നമ്പർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ OMR മാർക്ക് ചെയ്യാൻ. കാരണം ഈ ഹാൾ ടിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് എന്താ പറഞ്ഞത്, OMR ഷീറ്റിന്റെ നിശ്ചയ സ്ഥാനത്ത് പരീക്ഷാർത്ഥി സെറ്റ്, ആൽഫ, കോഡ്, റോൾ നമ്പർ എന്നിവ ബബിൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ എക്സാമിന് USS എക്സാമിന് 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. A, B, C, D എന്ന് പറഞ്ഞിട്ട് 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സെറ്റ് A ആണെങ്കിൽ നിങ്ങളുടെ OMRൽ സെറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് A എന്ന് മാർക്ക് ചെയ്യണം. ഇത് നമ്മൾ എവിടെ ചെക്ക് ചെയ്യാം, നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ ഏതാണ് സെറ്റ് A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതൊക്കെ മാർക്ക് ചെയ്യാൻ നിങ്ങളുടെ എക്സാം ഹാളിലുള്ള ഇൻവിജിലേറ്റേഴ്സ് സഹായിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ A, B, C, D എന്നിങ്ങനെ 4 സെറ്റിലാണ് ആൽഫ കോഡുകൾ നമ്മുടെ ചോദ്യ ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക്ലെറ്റ്സിൽ ഉണ്ടാവുന്നത്. സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഓരോ OMR ഷീറ്റിലും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. സോ നമ്മുടെ ഫസ്റ്റ് പേപ്പർ നമുക്ക് നോക്കാം. നമ്മുടെ പേപ്പർ 1 നോക്കിയാൽ പേപ്പർ 1-ൽ പാർട്ട് A 15 ചോദ്യം, പാർട്ട് B 15 ചോദ്യം, പാർട്ട് C 20 ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ പാർട്ട് Bയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് മാത്രം കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. നമുക്കറിയാം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാം. അതുപോലെ അതിൽ ശരിയായുള്ള 10 ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ വാല്യൂ ചെയ്യുള്ളൂ. സോ അതിൽ 10 മാർക്കാണ് പരമാവധി സ്കോർ ഉള്ളത്. സോ അതിൻ്റെ OMR ഷീറ്റ്, പാർട്ട് 1-ന്റെ OMR ഷീറ്റ് നോക്കിയാൽ ഇപ്പോൾ നമ്മളിവിടെ 2023 OMR ഷീറ്റാണ് കാണുന്നത്, പക്ഷേ ഈ ഒരു ഫോർമാറ്റ് തന്നെ ആയിരിക്കും. സോ ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, പേപ്പർ 1 എന്നുള്ള OMR ഷീറ്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ബബിൾ ചെയ്യുക, കറക്റ്റായിട്ട് ബബിൾ ചെയ്യുക എന്നുള്ളതിന് ഒരു നിർദ്ദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 4 ഓപ്ഷൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1-ന് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ C ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. സോ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻ യൂസ് ചെയ്തിട്ട് ഈ ബബിളിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുക,
മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് കോളംസിലൊന്നും നമ്മൾ ചെറിയ തെറ്റോ മാർക്കിങ്സോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. സോ കറക്റ്റായിട്ട് എങ്ങനെ മാർക്ക് ചെയ്യണം, തെറ്റായിട്ട് മാർക്ക് ചെയ്യുന്ന രീതികൾ ഇവിടെ എങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ OMR ഷീറ്റിൽ തന്നെ നിർദ്ദേശം തന്നിട്ടുണ്ട്. രണ്ടാമത് നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര് എഴുതാനുള്ള കോളമാണ്. സോ ഈ പേര് എഴുതാനുള്ള കോളത്തിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ ഫില്ല് ചെയ്യാം കറക്റ്റായിട്ട്. സോ നിങ്ങൾ പേര് എഴുതുന്ന സമയത്ത് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ബ്ലാങ്ക് കോളം കൊടുത്തിട്ട് സ്പേസ് ഇട്ടിട്ട് തന്നെ എഴുതാം. ഇനി നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ മുതലാണ് നമ്മുടെ ആൻസേഴ്സ് എഴുതുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ റോൾ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് നോക്കാം. പേപ്പർ 2നും സിമിലർ പാറ്റേൺ ആണ്. സോ പേപ്പർ 1ൽ നോക്കിയാൽ ഫസ്റ്റ് വൺ നമ്മുടെ റോൾ നമ്പർ മാർക്ക് ചെയ്യാൻ ഇവിടെ 1 2 3 4 5 6 6 കോളം ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ ഒരു റോൾ നമ്പർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 6. സോ ഈ 6 നമ്പേഴ്സും കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്യാം. ഇനി നമ്മളുടെ റോൾ നമ്പർ 0 1 2 3 4 5 ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ റോൾ നമ്പർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതണം, 0 1 2 3 4 5 എഴുതിയിട്ട് ഈ നമ്പേഴ്സ് നമ്മൾ ഇവിടെ താഴെ ബബിൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ്, നമ്മളുടെ ബോക്സിന് താഴെ തന്നെ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാവും. സോ ഇതിൽ നമ്മൾ 0 ആണെങ്കിൽ 0 ബബിൾ ചെയ്യാം. ഇനി രണ്ടാമത്തത് 1 ആണ്. 1 ആണെങ്കിൽ ഇവിടെ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, 1 കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യുക. സിമിലർലി 2 3 4 5 ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ റോൾ നമ്പർ വെച്ചിട്ടാണ് നമ്മളുടെ എക്സാം ഷീറ്റ് വാല്യൂ ചെയ്യുന്നത്. സോ ഇതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ എക്സാം ഇൻവിജിലേറ്റേഴ്സ് അവിടുന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പറഞ്ഞു തരുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ബബിൾ ചെയ്യുക. ആദ്യം തന്നെ ചാടി കയറി ചെയ്യരുത്. സോ ഇത് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തുക, നമ്മൾ കറക്റ്റ് റോൾ നമ്പർ ആണോ കൊടുത്തത്, അതാണോ നമ്മൾ മാർക്ക് ചെയ്തത്. ഈ റോൾ നമ്പറിനനുസരിച്ചാണ് ഇതിന്റെ വാല്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിലെ മാർക്സ് ഒക്കെ ഈ റോൾ നമ്പറിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറും കൃത്യമായിട്ട് ഇതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ മാർക്ക് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സെറ്റ് ആണ്. സോ ഒരു സെറ്റ് എന്ന് പറയാൻ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് A ആണോ B ആണോ C ആണോ D ആണോ എന്ന് മാർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ സെറ്റ് B ആണെങ്കിൽ B മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ Bക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ABCD 4 സെറ്റിലായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരിക. ക്വസ്റ്റ്യൻ പേപ്പറിൽ വലുതായിട്ട് നമുക്ക് ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും ഏത് സെറ്റ് ആണെന്നുള്ള കാര്യം. സോ അത് കൃത്യമായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഈ സെറ്റും റോൾ നമ്പറും കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന റെസ്പോൺസ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്സ് കിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കിയാൽ നമ്മുടെ ലാംഗ്വേജ് ഫസ്റ്റ് പേപ്പർ നമ്മൾ നോക്കിയാൽ അറിയാം എന്താണ്, ഒന്നാം ഭാഷ AT, ഒന്നാം ഭാഷ BT എന്ന് കൊടുത്തിട്ടുണ്ട്. 2 ലാംഗ്വേജുകളാണ് നമുക്കുള്ളത്. സോ ഈ ലാംഗ്വേജ് ഏതാണ് എന്ന് മാർക്ക് ചെയ്യാനാണ്. സോ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, തമിഴ്, കന്നഡ, അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ് ഇതിൽ ഏതാണെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും. ഇപ്പം മലയാളം ആണെങ്കിൽ മലയാളം മാർക്ക് ചെയ്യുക. ദെൻ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് BT മലയാളം, തമിഴ്, കന്നഡ. സോ അതേതാണ്, സോ അതും കറക്റ്റായിട്ട് മലയാളം ആണെങ്കിൽ മലയാളം മാർക്ക് ചെയ്യുക. പിന്നീട് നമ്മുടെ മീഡിയം, നമ്മൾ ഏത് മീഡിയത്തിലാണ് പഠിക്കുന്നത്, നമ്മൾ ഏത് മീഡിയത്തിലാണ് എക്സാം എഴുതുന്നത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങളുടെ ജെൻഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള ജെൻഡറും കൂടെ നിങ്ങളോട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ നോക്കിയാൽ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ ആണ്. അതായത് നിങ്ങളുടെ സൈനും വേണം, ഇൻവിജിലേറ്റർ സൈനും വേണം. ഇതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇൻവിജിലേറ്റേഴ്സ് തരുന്നതാണ്. സോ ഇൻവിജിലേറ്ററിന്റെ സൈനൊക്കെ പിന്നീടായിരിക്കും ചെയ്യുന്നത്. സോ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അവർ പറയുന്ന സമയത്ത് തന്നെ എനിക്കൊന്ന് അവരുടെ മുന്നിൽ നിന്ന് തന്നെ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണം. സോ ആ സമയത്ത് നിങ്ങൾക്കും സൈൻ ഇട്ട് തരുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട റോൾ നമ്പർ, ദെൻ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, നിങ്ങൾ സെറ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, ലാംഗ്വേജ് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം. ഇനി നമ്മളുടെ ആൻസേഴ്സ് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ ഇവിടെ 3 സെറ്റായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു ഒന്നാം ഭാഷ ആണ്. സെക്കൻഡ് പാർട്ട് എന്താണ്, ഒന്നാം ഭാഷയാണ്. സോ രണ്ടിലും 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പാർട്ട് A നോക്കിയാൽ 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവും. പാർട്ട് B നോക്കിയാൽ 16 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് 15 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ സെറ്റിൽ നിങ്ങൾക്ക് അറിയാം 10 ക്വസ്റ്റ്യൻ മാത്രമേ മാർക്ക് ചെയ്യാനുള്ളൂ. ഇനി പാർട്ട് C മാത്തമാറ്റിക്സിൽ നമുക്ക് 20 ചോദ്യങ്ങളുണ്ട്. സോ ഇവിടെ നോക്കിയാൽ 31 മുതൽ 50 വരെയുള്ള നമ്പർ ഉണ്ട്. അതായത് 20 ചോദ്യം ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൃത്യമായ ആ ക്വസ്റ്റ്യൻ നമ്പറിന് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് പോവുക. സോ ഇതാണ് നമ്മളുടെ OMR ഷീറ്റിന്റെ ഒരു പാറ്റേൺ. ഇത് പേപ്പർ 1ന്റെ പാറ്റേൺ ആണ്. പേപ്പർ 2 സിമിലർ പാറ്റേൺ ആണ്. ജസ്റ്റ് നമ്മുടെ സിലബസും അല്ലെങ്കിൽ സബ്ജക്റ്റുകളും ക്വസ്റ്റ്യൻ നമ്പേഴ്സിലും ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇവിടെ നോക്കിയാൽ അറിയാം 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഓരോ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ പേപ്പർ 1 അല്ലേ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക.
എന്നിട്ട് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ എക്സാം ഇൻവിജിലേറ്റേഴ്സ് കൃത്യമായ നിർദ്ദേശം നിങ്ങളുടെ എക്സാം ഹാളിൽ തരുന്നതായിരിക്കും. ഏതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തു തുടങ്ങാം. സോ OMR ഒന്ന് പരിചയപ്പെടാനാണ് നമ്മൾ ഇത് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ പാർട്ട് 2 ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പേപ്പർ 2 അറിയാം, ഇംഗ്ലീഷിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടിസ്ഥാന ശാസ്ത്രം 20, സാമൂഹ്യ ശാസ്ത്രം 20. സോ നമ്മുടെ പേപ്പർ 2 നോക്കിയാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ പേപ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുക. റോൾ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, നെയിം എഴുതാനുണ്ട്, സെറ്റ് ഏതാണെന്ന് മാർക്ക് ചെയ്യണം, മീഡിയം മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിൽ സബ്ജക്റ്റ് ഒന്നും നമുക്ക് കൊടുക്കാനില്ല, നമുക്കറിയാം എന്താണ് ഉറപ്പായിട്ടും നമ്മുടെ ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് ആയിരിക്കും നമ്മളുടെ പാർട്ട് 2 എക്സാം ഉണ്ടാവുക. സോ അതൊന്നും ഇവിടെ മാർക്ക് ചെയ്യാനില്ല. ദെൻ നിങ്ങളുടെ ജെൻഡർ മാർക്ക് ചെയ്യുക, സിഗ്നേച്ചറിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കിയാൽ പാർട്ട് എയിൽ നമുക്ക് 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് കാണാം. പിന്നീട് 16 മുതൽ 35 അല്ലേ, 16 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ സയൻസിൽ നിന്ന് കാണാം. അടുത്തതായിട്ട് 36 മുതൽ 55 വരെ 20 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രം, ബേസിക് സയൻസും സോഷ്യൽ സയൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാം. ഇവിടെ 2 സെറ്റിലും 15 പരമാവധി സ്കോർ. സോ ഇതിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന സ്കോർ ഈ 2 സെറ്റിലും 15. അപ്പോൾ കൃത്യമായിട്ട് 15 ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ OMRന്റെ ഒരു പാറ്റേൺ. ആൻഡ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, OMRന്റെ പാറ്റേൺ എന്താണെന്നുള്ള പോലെ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ റോൾ നമ്പറും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. രണ്ടും നിങ്ങൾക്ക് ഒരു 6 ഡിജിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ 5 ഡിജിറ്റ് കോഡ് ആണെങ്കിൽ ഏത് കോഡാണ് എഴുതേണ്ടതെന്നുള്ളത് പറയും. സോ 6 ഡിജിറ്റ് കോഡ് ആണെങ്കിൽ ഇവിടെ തന്നെയാണ് റോൾ നമ്പർ മാർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. സോ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ എക്സാം വൈയുടെ ഫ്രീ എക്സാംസ് USSനുള്ള മോക്ക് ടെസ്റ്റുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നല്ല റിസൾട്ട്സ് ആണല്ലേ, ഒരുപാട് പേര് എഴുതിയിട്ട് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫുൾ മാർക്സ് ഉള്ളവർക്ക് നിങ്ങളുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ അതിന് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ എക്സാം വൈ USS ക്ലാസ്സസിൽ, നമ്മൾ ഫ്രീ ക്ലാസ്സസിൽ നമ്മൾ എന്താണ് നമ്മളുടെ എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ USS കിട്ടണം. നമുക്കറിയാം 70% സ്കോർ ഉണ്ടെങ്കിൽ 90 മാർക്കിൽ 70% മാർക്ക് അല്ലെങ്കിൽ എന്താണ് 63 സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും USS നേടാം. സോ അതിനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. സോ നമ്മളുടെ ക്ലാസ്സസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനിരിക്കുകയാണ്. ദെൻ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ക്യൂസ്, അതുപോലെ നിങ്ങൾ ഷോർട്സിൽ ഡെയിലി സ്പോട്ട് ക്യൂസുകളും 1 മിനിറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ എല്ലാവരും അത് ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ USS പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ OMRന്റെ ഡീറ്റെയിൽസ് മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.